സ്വന്തം ജാഫ്രിക്കയുണ്ട്, ശരണ്യുണ്ട്, ചാക്കോച്ചനുണ്ട്, ചിദംബരനുണ്ട്, അമ്പാൻ, സജിൻ ഗോപു. കഥ കേട്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള അത് വലിയൊരു ചിന്തയാണല്ലോ. ആ ഒരു ധൈര്യം എങ്ങനെ കിട്ടി? അത് ഞാൻ ചെയ്യാം എന്നുള്ളൊരു ധൈര്യം കിട്ടി. ധൈര്യം ആ കഥയിൽ തന്നെ ഉള്ളത്. അവര് കാണിച്ച ധൈര്യത്തിന് അയാൾക്കൊന്നും കാണിക്കുന്നില്ലല്ലോ. അവരെ കുയിലും എടുത്തന്നെ എടുത്തു. അതിന്റെ അടുത്തൊന്നുമില്ലല്ലോ അത് വെച്ചാൽ സിനിമ ഉണ്ടാക്കാന്നുള്ളത്. കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഞാൻ കുറച്ച് വലിയ സാത്വികമായിട്ടുള്ള സാധനം പ്രതീക്ഷിച്ചേ. ആദ്യം ശരണ്യെ കണ്ടപ്പോ ആരാണെന്നാണ് താങ്കൾക്ക് ഞാൻ എന്റെ ഭാര്യയെ പോയൊന്നും മര്യാദക്ക് എന്നെ പറഞ്ഞ കാര്യമില്ല. ഞാൻ ഈ ലൈറ്റിന്റെ ഗ്യാപ്പിൽ കൂടി നോക്കിയേ. ശരണ്യനെ കണ്ടപ്പോ ഞാൻ എപ്പോ വന്നു? അപ്പൊ ശരണ്യ വന്നോളൂ. ഏത് ചാനലിൽ എനിക്കിത് കിട്ടണം, എന്റെ ഒരു പേര് പോലും എനിക്കിത് കിട്ടണം എന്ന് പറഞ്ഞ നേരെ ഇവിടെ വന്നു. അല്ല, എന്റെ ചോദ്യം അതല്ല, ആരാണെന്നാണ് വിചാരിച്ചതെന്നാണ് എന്റെ ചോദ്യം. തൂക്കി ഈ അടുത്ത് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ആ ലോകകപ്പ് അടക്കുമ്പോഴൊക്കെ ഫുള്ള് ഇദ്ദേഹം വരുന്നു. ഹനുമാൻ കൈൻഡിനെ പോലെ ക്രിക്കറ്റും കളിക്കും, പാട്ടും പാടും, ഡയറക്റ്റും ചെയ്യും. ആദ്യത്തെ ഞങ്ങളും അങ്ങനെ മാർക്കറ്റ് ചെയ്ത് ഇതിന് കമന്റ് വായിച്ചപ്പോഴാ രസം. അടിപൊളി, ഒരു പിടുത്തവും കിട്ടിയില്ല. ഇങ്ങനെ കമന്റിൽ വന്നേക്കുന്നത് എത്ര പേരിട്ടായിരുന്നു അറിയോ? കൊള്ളാം, ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല, താങ്ക് യു, ഇങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത്. കയ്യിൽ നിന്ന് നമുക്ക് അല്ല, കയ്യിന്ന് കാലിന്ന് ഒക്കെ എല്ലാ സംഭവം ഒക്കെയാ ഇട്ടിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കി കാണുമല്ലോ ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും ദുരൂഹതയുള്ള വ്യക്തി ആരാണ്. ഒരു സംശയമില്ല. ഇത് മാർക്കറ്റിംഗ് അല്ലേ? നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. വീണ്ടും ഒരു സിനിമാ വിശേഷമായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. സിനിമയുടെ പേര് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പോൾ ആ സിനിമയുടെ വിശേഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നമ്മുടെ സ്വന്തം ജാഫ്രിക്കയുണ്ട്, ശരണ്യുണ്ട്, ചാക്കോച്ചനുണ്ട്, ചിദംബരനുണ്ട്, നമ്മുടെ സ്വന്തം അമ്പാൻ, സജിൻ ഗോപു, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ചിദംബരം ചേട്ടാ, ഞാൻ പെട്ടെന്ന് അവിടെ എത്തിയപ്പോൾ സ്റ്റക്കായി പോയി പെട്ടെന്ന്. ഓക്കെ, ചിദംബരം ഭയങ്കര ഷോർട്ടായോണ്ട് ഓക്കെ. എന്തായാലും വളരെ സന്തോഷം നമ്മുടെ സിനിമ തിയേറ്ററിലേക്ക് എത്തുക. ചാക്കോ, ആദ്യം ഒരു കരഞ്ഞു വെക്കട്ടെ. ഈ സിനിമയുടെ ഡയറക്ടറും ചാക്കോച്ചനും ഒരുമിച്ച് ചേരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. ചെയ്യിപ്പിക്കാത്ത പലതും അദ്ദേഹം ചെയ്യിപ്പിക്കുന്നത് ഞങ്ങൾക്കറിയാം. അതേപോലെ ചെയ്യിപ്പിച്ചിട്ടുണ്ടോ ഈ സിനിമയിലും? യാതൊരു സംശയമില്ല, യാതൊരു ദുരൂഹതയില്ല അതിൽ. എന്നെ നല്ല കൈ കിട്ടിയ എല്ലാവരെയും കൊണ്ട് ഇതുവരെ കാണാത്ത രീതിയിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇതിന് കമന്റ് വായിച്ചപ്പോഴാ രസം. അടിപൊളി, ഒരു പിടുത്തവും കിട്ടിയില്ല. ഇങ്ങനെ കമന്റിൽ വന്നേക്കുന്നത് എത്ര പേരിട്ടായിരുന്നു അറിയോ? കൊള്ളാം, ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല, താങ്ക് യു, ഇങ്ങനെയൊക്കെ ഇട്ടേക്കുന്നത്. സത്യം പറഞ്ഞ ഒരു പിടുത്തവും നന്നായിട്ടില്ല. എന്താണ് അങ്ങനെ ഒരു മൂഡ് പിടിച്ചേക്കണേ? അത് ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു സിനിമയാണ് ഇത്. അത് കഥയുടെ കാര്യങ്ങളിലാണെങ്കിലും കഥാപാത്രങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും ആ ദുരൂഹത കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പൊതുവെ നമ്മൾ രതീഷ് പൊതുവാൾ സിനിമകൾ കണ്ടിട്ടുള്ള ഒരു നർമ്മത്തിൻ്റെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു ലെയറിങ് തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഉടനീളമുണ്ട്. അത് മതി, അത് കിട്ടിയാൽ മതി. ഒരു പിടുത്തവും കിട്ടണമെന്നില്ല, ഇത് എങ്ങോട്ടാ പോണേത്. എന്തായാലും അതുപോലെ തന്നെ ജാഫ്രിക്ക, നമ്മളെ ഈ ചങ്ങാടം ഉണ്ടല്ലോ, ചങ്ങാടം പുഴ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സൈഡിൽ വെയിറ്റുകൾ എന്തെങ്കിലും വെക്കും, ബാക്കി എല്ലാവരും ഈ സൈഡ് ബാലൻസ് ചെയ്താൽ മതി. അത് ആ സൈഡ് സേഫാണ്. അതേപോലെയാണ് ജാഫ്രിക്കണി, ആ സൈഡ് നമുക്കറിയാം എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ട്. എന്താണ് അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കുന്നത്? അല്ല, അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ഞാൻ പറയില്ലേ, ഞാൻ വേറെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ അത് അദ്ദേഹം പറയുന്നു നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്കെയിലിന് വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ചോദിച്ചു ചെയ്യുക. അത് എടുപ്പത് വലിയ സാധനം തലയിൽ എടുത്ത് വെച്ചേക്കണേ, വലിയ കനമാണ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാവരും പുള്ളിയോട് ചെന്നിട്ട് നൈസായിട്ട് ചോദിക്കും, ഇത്രയും മതിയോ, ഇങ്ങനെയാണോ? അപ്പോൾ പുള്ളി തന്നെ കറക്റ്റ് ആയിക്കോളൂന്നേ. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുള്ളി തന്നെ പറയും. പുള്ളിയുടെ കൂടെ ഒരു പടത്തിൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് എനിക്ക് ചില ഭാരം ഉണ്ടെങ്കിലും അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്തു പോയി. അങ്ങ് പോയിക്കോളൂ. എന്നാലും ധൈര്യമായിട്ട് നമുക്ക് ചോദിക്കാം, നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ. കയ്യിൽ നിന്ന് നമുക്ക് അല്ല, കയ്യിന്ന് കാലിന്ന് ഒക്കെ എല്ലാ സംഭവം ഒക്കെയാ ഇട്ടിട്ടുണ്ട്.
ഓക്കെ സംഗതി ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ട്. ഇപ്പൊ ജനം ഇത് കണ്ടിട്ട് ക്ലിയർ ചെയ്യണം. ആ മതി, അതാണ്. അതൊന്ന് ക്ലിയർ ചെയ്താൽ മതി. ബാക്കിയെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരണേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അല്ല അതൊക്കെ പോട്ടെ. ആദ്യം ശരണ്യെ കണ്ടപ്പോൾ ആരാണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ആക്ച്വലി ഞാൻ അത്ര ദൂരം ഉണ്ടല്ലോ, എന്നെ പറഞ്ഞ കാര്യമില്ല. ഞാൻ ഈ ലൈറ്റിന്റെ ഗ്യാപ്പിൽ കൂടി നോക്കിയേ ശരണേനെ കണ്ടപ്പോ ഞാൻ ഹലോ എപ്പോ വന്നു? അപ്പൊ ശരണ നീ വന്നോളൂ. ഏത് ചാനലിൽ ഏത് ചാനലിൽ അപ്പൊ തന്നെ എനിക്കിത് കിട്ടണം, എന്റെ ഒരു പേര് പോലും എനിക്കിത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നേരെ ഇവിടെ വന്നു. അല്ല എന്റെ ചോദ്യം അതല്ല, ഇത് ആരാണെന്നാണ് വിചാരിച്ചതെന്നാണ് എന്റെ ചോദ്യം. ഞാനൊരു ആങ്കറാണ്. ആങ്കറിന്റെ പേരാണ് എന്റെ ചോദ്യം. എനിക്ക് ആങ്കറിന്റെ പേരറിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് ഏത് ചാനലിൽ നിന്നായിരുന്നു. അടുത്ത പേര് മനസ്സിലായി കാണുമല്ലോ ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും ദുരൂഹതയുള്ള വ്യക്തി ആരാണ്, ഒരു സംശയമില്ലാതെ. അതല്ല, വേറെ രസമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്ത് പോയി. അപ്പൊ അപ്പുറത്തെ നമ്മുടെ ഫ്ലവേഴ്സിലെ ചേട്ടൻ ഇരിക്കി. അപ്പൊ ഞാൻ ഞാൻ ഇരിക്കില്ല. അല്ല 5 ചെയറുണ്ട്, ഇരിക്കൂ. ഞാൻ ഇരിക്കില്ല. ഞാൻ പയ്യെ ചവിട്ടിപ്പോട്ട് ജാങ്കോന്റെ ആങ്കറാണ്. ആണോ, ഓക്കെ. ഞാനേ പെട്ടെന്ന് കണ്ടപ്പോ ആരെയോ പോലെ തോന്നിയെന്നിട്ട് എന്നെ പറഞ്ഞിട്ട് മൊത്തത്തിലൊരു ദുരൂഹത ഉണ്ട് കേട്ടോ ഇവിടെ. അതെ, ഇനി ഞാൻ ബാക്കി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി സ്റ്റാർട്ടിങ് തൊട്ടേ ഇതിനകത്ത് ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഇന്നായപ്പോ തൊട്ടേ രതീഷ് ചേട്ടൻ എന്നോട് ഫസ്റ്റ് പറഞ്ഞത് സ്ക്രിപ്റ്റ് മൊത്തം വായിക്കുക, എന്നിട്ട് അതിൽ എൻ്റെ ഡയലോഗ്സ് ഒക്കെ ഒന്ന് പേഴ്സണലൈസ് ചെയ്യുക, പിന്നെ ഒന്നും നോക്കണ്ട, അതാണ് പറഞ്ഞത്. പിന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുന്നേ എന്നെ ഈ ലൊക്കേഷനിൽ വയനാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവന്നിരുത്തി അവിടെ ആൾക്കാരൊക്കെ നോക്കുക, വെറുതെ പോയി അങ്ങോട്ട് ഇറങ്ങുക, ആൾക്കാരൊക്കെ കാണുക, അങ്ങനത്തെ കൈൻഡ് ഓഫ് പ്രിപ്പറേഷൻ ഒക്കെ ആയിരുന്നു. പുതിയ രീതിയായിരുന്നു, വിച്ച് വാസ് വെരി എക്സൈറ്റിംഗ്. ഒരു കണക്ഷൻ കിട്ടി എല്ലാവരുമായിട്ട്. അതിന്റെ ഇടയ്ക്ക് പ്രീ ഷൂട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയത്ത് ഓഡിഷനിങ് പോലെയായിരുന്നു, കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആദ്യം ഓഡിഷൻ ചെയ്യിപ്പിച്ചു ഇതിനകത്ത്. അത് വേറെ വേറെ ക്യാരക്ടേഴ്സാ ചെയ്യിപ്പിച്ചത്. അതിനകത്ത് മിനി ഉണ്ടായിരുന്നു, പിന്നെ വേറെ 1-2 സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യിപ്പിച്ചു. അതിന്റെ ഇടയ്ക്ക് ഈ രതീഷ് ചേട്ടൻ പ്രീ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻറ്റയർ മൂവി. അപ്പൊ അതിനകത്തും വേറെ 1-2 സീനിൽ പല പല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യിപ്പിച്ചു. ലാസ്റ്റ് ആണ് പറയുന്നത് ചാക്കോച്ചിന്റെ പേരായിട്ടാണ് ഉള്ളത് എന്നുള്ളത്. അത്യാവശ്യം പണി എടുപ്പിച്ചിട്ടുണ്ട് ഈവൻ ഡയലക്റ്റിലും അതെ, സംസാര രീതി. ഞാൻ കൊച്ചി ബേസ്ഡ് ആണ്, തൃപ്പൂണിത്തുറയാണ് സ്ഥലം. അപ്പൊ അതിന്റെ ഒരു സംസാര ശൈലി ഒരു ഡിഫറെന്റാ. അത് ബ്രേക്ക് ചെയ്തിട്ട് വയനാട്ടില് ഒന്ന് വന്ന് പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം കുടിപ്പിച്ചായിരുന്നു. ഒരു സെന്റൻസ് 10-15 ടേക്ക് പോയിട്ട് മിനിമം ഇപ്പൊ അവിടെ ഇരുന്നിട്ട് ചേട്ടനൊന്നും പറയണ്ടോ, കഴിയട്ടെ എല്ലാരും കാണാം. ഓക്കെ, എന്റെ മോനെ ഈ അടുത്ത് എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ആ ലോകകപ്പ് അടക്കുമ്പോഴൊക്കെ ഫുള്ള് ഇദ്ദേഹം വരുന്നു. ഹനുമാൻ കൈൻഡിനെ പോലെ ക്രിക്കറ്റും കളിക്കും, പാട്ടും പാടും, ഡയറക്റ്റും ചെയ്യും, ഇതേപോലെ ആവണമെന്നൊക്കെ. എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളും അങ്ങനെ മാർക്കറ്റ് ചെയ്തു. ഇതെല്ലാം ഇദ്ദേഹം തന്നെ. പാട്ടും പാടില്ല. ഇതാരാണ് എന്നുള്ള ദുരൂഹത ഞങ്ങൾ ഒരുപാട് മെസ്സേജ് ഒക്കെ ഒന്നില്ലേ? ഇതിലാരെങ്കിലും പരിചയമുണ്ടോ? ഹനുമാൻ ഖാൻ്റെ ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ആര്? ഇല്ല, അവരും തപ്പി അടക്കുന്നുണ്ട്. എന്തായാലും എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ലായിരുന്നു. ആദ്യം എനിക്ക് കഥാപാത്രം ഞാൻ ഏറ്റപ്പോഴും ഞാൻ ട്രാവലിങ്ങിന്റെ സമയത്താണ് ഞാൻ കഥ അതിനടുത്ത് രതീഷ് ചേട്ടൻ പറഞ്ഞത്. അപ്പം എനിക്ക് ഇതിന്റെ ഗൗരവവും ഇതിന്റെ വ്യാപ്തിയും വലിപ്പവും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നാട്ടിലെത്തി, അപ്പം പെട്ടെന്ന് ഇമീഡിയറ്റ്ലി ഷൂട്ട് തുടങ്ങാന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ഗ്രാവിറ്റി ഓഫ് ദ സിറ്റുവേഷൻ മനസ്സിലായത്. എന്നിട്ട് ഞാൻ പോയി അവിടെ എത്തി. അപ്പോഴാണ് കഥാപാത്രവും ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള, വളരെ അധികം ചെയ്യാനുള്ള. അപ്പൊ ഞാൻ തന്നെ രതീഷിനോട് ചോദിച്ചു, നമ്മൾ ഈ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ തരാമോ, അല്ല ചെറിയ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ചെറിയ സീനൊക്കെ തന്നെ വിടണ്ടേ? ഞാനൊരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേക്കും ഒരു പൂ മാത്രം ചോദിച്ചു. അല്ല, ചാക്കോച്ചൻ ഇങ്ങനെ ചീത്ത വിളിക്കുന്ന സീനൊക്കെയാണ് ആദ്യമേ ഞാൻ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തന്നെ ചാക്കോച്ചൻ ഇങ്ങനെ ചെറുതായി കാണുന്ന ഒരാളെ കട്ട് കഴിഞ്ഞോണ്ട് ഞാൻ സോറിയോ ചാക്കോച്ചൊന്നും വിചാരിക്കരുത്. അപ്പൊ ചാക്കോച്ചിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? നീ വിളിച്ചോടാന്നാണ് പറഞ്ഞത്? അതന്നെ എനിക്ക് നീ വിളിച്ചത് അത് നോക്കട്ടെ, നീ ചീത്ത വിളിച്ചു. അല്ല, എനിക്ക് തോന്നുന്നു മനഃപൂർവ്വം ടേക്കുകൾ എടുത്ത് തന്നെ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ടാണോ ഡൗട്ടും ഇല്ല. എന്തായാലും അവസരം കിട്ടി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാക്കി അങ്ങനെ ഒരു ദുരൂഹത മാറി ശരിയായി വന്നു. ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇനി പറ, ഡയറക്ഷൻ ആണോ ആക്ടിങ് ആണോ? പറഞ്ഞത് അതിന് മുമ്പ് ഡയറക്ഷൻ. ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മൊത്തം മെന്റലി അത് ആ കഥാപാത്രമായി മാറി അത് ഭയങ്കര
എന്താ പറയാ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ജോലി തന്നെയാണ്. ഇപ്പൊ മഞ്ഞുമൽ ബോയ്സിൽ അവരെ എല്ലാരും പറയണോ, മനസ്സിലായില്ലേ? ചെയ്യിപ്പിച്ചതിന്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഫൈറ്റും കൂടെ ഉണ്ട്. അപ്പൊ ഫൈറ്റ് ഉണ്ട്, ഒന്നും വിട്ടിട്ടില്ല, എല്ലാം ഉണ്ട്. ഇത് വേറൊരു കാര്യം, സാധാരണ നമ്മൾ രതീഷിന്റെ പടങ്ങൾ കണ്ടിട്ടുള്ളതിൽ നിന്നും എന്തെങ്കിലും ഒരു അഡീഷണൽ ഒരു ബോണസ് അല്ലെങ്കിൽ പ്ലസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇതിലൊരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കുറച്ചുകൂടി ഒരു ആക്ഷൻ സീക്വൻസുകൾ ഉള്ള ഒരു സിനിമയും കൂടി ആയിരിക്കും ഒരു ദുരൂഹ സാഹചര്യം. ഓക്കെ, കോമഡി ഒരു എക്സ്ട്രാ നോക്കുന്ന സാധനം, ഒരു ആക്ഷൻ ട്രെയിലറിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ആക്ഷൻ എല്ലാം കൂടി ചേർത്താ നന്നാക്കുന്നത്. അടിപൊളി. അവയില് വരുമ്പത്തിലൊരു ഐറ്റമാണ് ഇപ്രാവശ്യം വന്നത്. അടിപൊളി. സജിൻ ബ്രോ പറയൂ. സജിൻ ബ്രോ, നമുക്ക് ഞങ്ങൾ കുറച്ചാൾ ഒരുമിച്ചൊക്കെ ഉണ്ടായിരുന്നു. പേഴ്സണലി അറിയാം എനിക്ക്. അതുപോലെ ഞങ്ങളൊരു പൊന്മാന്റെ ലൊക്കേഷനിൽ ഞങ്ങൾ കുറച്ചാളുണ്ടായിരുന്നു. അതേപോലെ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. അതിനെക്കാട്ടും എനിക്ക് ഫ്രെയിമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ക്യാരക്ടർ ചെയ്താലും ഒരു സാധനം അവിടെ പതിപ്പിച്ചിട്ടും പോകും. ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇതിലെ ഒറ്റ കാര്യം, സിനിമയ്ക്ക് വേണ്ടി ക്യാരക്ടറിന് വേണ്ടി കാലൊടിച്ചിട്ട് നടന്നൊരു പേരും കൂടി ആയിട്ടുണ്ട് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? എന്റെ ഒരു ചെറിയ തട്ടുപാട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ പടത്തിലൊരു ക്യാരക്ടർ സീൻ ചെയ്യുമ്പോൾ ഒരുമിച്ച് കൂട്ടിമുട്ടി, അതിനുശേഷമാണ് കാലുടി. ഫസ്റ്റ് സീൻ അപ്പോഴാണോ? അടിപൊളി തുറക്കുള്ളൂ. അതായത് റിസോർട്ടിൽ സീനില് റിസോർട്ടിൽ ജാഫ്രിക്കായിരുന്നു. എന്നെ തട്ടുന്ന സീനൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ സംഭവമൊന്നുമല്ല, അപകട മേഖലയൊന്നുമില്ല എനിക്ക്. ഇല്ല, നമ്മൾ കൂളാണ്, എല്ലാം നേരിടും. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ക്യാരക്ടറൊക്കെ? ക്യാരക്ടർ ഈ ടീമിന്റെ ഒപ്പം കൊളാബ് ചെയ്യാൻ പറ്റിയൊരു സന്തോഷമുണ്ട് ബ്രോ. അപ്പോൾ ഇതില് ഇതിന്റെ ഡയറക്ടർ രതീഷേട്ടൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻപ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ചെയ്യിപ്പിക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടികൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ ഗെറ്റപ്പിലും എല്ലാം മാനറിസം എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരിക. അപ്പം എൻ്റെ ഒരു ആഗ്രഹം രതീഷേട്ടൻ്റെ ഒപ്പം കൊളാബ് ചെയ്യുക എന്നുള്ളതൊക്കെ. ഓക്കെ ഓക്കെ, ചാക്കോസിനെ വെയിറ്റ് ചെയ്യുന്നു. അതെ, ചാക്കോസിന്റെ ഒപ്പം ചാവേറിന് ശേഷം രണ്ടാമത് സിനിമയാണ് ചെയ്യാണ്. ചിദംബരം ജാനവിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നു. പ്രത്യേകിച്ച് 4 ഡയറക്ടേഴ്സിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ. ദിലീഷേട്ടൻ, രതീഷേട്ടൻ, ചിദംബരം, പിന്നെ ചിദംബരം ചേട്ടൻ, പിന്നെ രാജേഷ് മാധവൻ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ശരണ്യയുടെ ഒപ്പമാണ് ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഭാഗ്യം കൂടി കിട്ടി ശരണ്യയോട് വർക്ക് ചെയ്യാൻ. എന്ത് ചെയ്യാൻ ചില്ലറ ഈ പറഞ്ഞതൊന്നും എവിടെയും പറഞ്ഞേക്കില്ലേ, ഫാൻസ് കണ്ടേ വെച്ചേക്കൂല. എന്നിട്ടാണ് എന്നെ ആങ്കർ ആക്കി കളഞ്ഞത്. അത് ഞാൻ പെട്ടെന്ന് വീണ്ടും എടുത്തിട്ടല്ല, ഇതൊക്കെ ഞങ്ങളുടെ ഒരു ആക്ടാണ്. ചാക്കോച്ച, നമുക്കിപ്പോ എന്താ പറയാ, മൊത്തത്തിൽ ഈ പടം എന്താ പറയാ, ലിസ്റ്റിൻ ചേട്ടൻ്റെ കൂടെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒന്നിക്കുന്നത്. അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം കൊണ്ടും വലിയൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു, വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒരു ഡൗട്ട് ചോദിക്കുകയാണ്, ഇത് ഒരുപാട് കമന്റ് ഇട്ട ആൾക്കാർക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഇതിൽ ഒരു സൈക്കോ ക്യാരക്ടർ എങ്ങാനും ആണോ പിടിച്ചേക്കുന്നത്? ആണോന്നോ? അല്ല അല്ല. ഡെഡ് ബോഡിക്ക് ഒരു അടി കൊടുത്തിട്ട് മാറി ചിരിക്കണേ എന്നാ ഇല്ലാതില്ല എന്നുള്ളതും കൂടെ ഉണ്ട് അതിൽ. ഇല്ല, ഇത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നേക്കണാണ്, ഒന്നും പിടികൊടുക്കുന്ന രീതിയിൽ പറയുന്നത്. കാരണം ഈ ആ സീക്വൻസിൽ തന്നെ ഡെഡ് ബോഡിക്കിട്ട് അടി കൊടുത്തിട്ട് തിരിഞ്ഞ് ജനലിനോട് വിൻഡോയ്ക്ക് ചേർന്ന് നിന്നിട്ട് ചിരിക്കുമ്പോൾ ഞാൻ ഒരു സാധാരണ ഒരു ചിരിയാണ് കൊടുത്തത്. അപ്പം രതീഷ് പറഞ്ഞ് എനിക്ക് അങ്ങനത്തെ ചിരിയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞു പിന്നെ എങ്ങനത്തെ ചിരിയാണ് വേണ്ടു? ഒരു വല്ലാത്തൊരു ചിരി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളി എങ്ങനെ നോക്കിക്കൊണ്ടു. അപ്പോൾ പുള്ളി അത് പറയുമ്പോൾ പുള്ളിയുടെ കണ്ണുകളിലും ഒക്കെ ആ ഒരു സാധനം, ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരി, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സാധനം പിടിച്ചപ്പോഴാണ് അത് ഇത് ഈ സാധനമാണ് കുറച്ചുകൂടെ ഒന്ന് 1 മീറ്റർ കൂടെ ഒന്ന് കൂട്ടി ചെയ്താൽ സെറ്റാവുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇച്ചിരി ഓവറാവുമോ നോക്കാം. അപ്പോൾ ഞാനൊന്ന് ഇട്ട് നോക്കിയപ്പോൾ അത്രയും വേണ്ട, കുറച്ചും കൂടെ കുറച്ചോ. അപ്പം അങ്ങനെ ആ ഒരു ചെറിയ ന്യൂആൻസസിൽ പോലും അതിൻ്റെ ഗേജ് എത്ര വേണമെന്നുള്ളത് വളരെ കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പം കുറേ പേര് തന്നെ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ അടിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു പ്രത്യേകിച്ച് ഡെഡ് ബോഡിക്കിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു ചിരി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡയറക്ടറിൻ്റെ ഒരു കൺവിക്ഷനും പുള്ളിയുടെ ഒരു ബ്രില്യൻസും ആണ് അതിൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ്. അതുകൊണ്ടൊക്കെ ചോദിക്കുന്നത്, നിങ്ങളുടെ സൈക്കോ ക്യാരക്ടറാണോ? ഇതൊരു പിടുത്തം കിട്ടുന്നില്ല. അല്ല, ഇതിൽ ഈ ക്യാരക്ടേഴ്സിൻ്റെ തന്നെ ക്യാരക്ടറുകളെ പോലെ തന്നെ പ്രോപ്പർട്ടീസും ഇതിൽ ഓരോ ക്യാരക്ടറാണ് ശരിക്കും. ഇപ്പം ഇതിൽ നമ്മുടെ പോസ്റ്ററിൽ തന്നെ പലരും തോക്ക്, ഈ തോക്ക് തന്നെ ഒരു ക്യാരക്ടറാണ്, അതിൻ്റെ ഒരു ജേർണി ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം സജിൻ ധരിച്ചിരിക്കുന്ന ക്യാപ്പ്, അതിൻ്റെ തന്നെ ഒരു ജേർണി ഉണ്ട്. അപ്പം അതിൻ്റെ എല്ലാം വളരെ ഇമ്പോർട്ടൻസ് ആണ് ഈ സിനിമയിലുള്ളത്. അത് നമുക്ക് ചിലപ്പോൾ ആദ്യ കാഴ്ചയിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ലായിരിക്കും.
അത് 2 3 പ്രാവശ്യം കണ്ടാലായിരിക്കും ചിലപ്പോൾ അത് പിന്നീട് നമുക്ക് അതിൻ്റെ ഒരു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് 2 3 പ്രാവശ്യമൊക്കെ കാണണം. അതാണ് ഇത് മാർക്കറ്റിംഗ് അല്ലേ? ഇതില് ഈ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നോടൊപ്പം എന്റെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞാണ്, ആ ഗണ്ണ് ആരാ പിടിച്ചതെന്നെങ്കിലും നീ ഒന്ന് ചോദിച്ചിട്ട് വരുന്നത്. അത് ഞങ്ങൾക്ക് തന്നെ ഒരു പിടുത്തമില്ല, എവിടെ കൂടെയൊക്കെ പിടിച്ചവർക്ക് പിടുത്തമില്ല, പിടിച്ചവർക്ക് കൊടുത്തൂല. അപ്പൊ പിന്നെ ശരിക്കും അതില് ഞങ്ങളുടെ 4 പേരുടെ അല്ലാത്ത ഒരാളുടെ കൈയും കൂടെ അതിലുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ ദുരൂഹത തന്നെ. അതാരുടെയാന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ നമ്മുടെ സ്ലാങ് മാറ്റുന്നത് സത്യം ഈ സ്ലാങ് മാറ്റുന്ന കാര്യം ഇപ്പൊ നമ്മള് കാസർഗോഡ് ഭാഷ, അതുപോലെ ഇപ്പൊ വയനാടിൻ്റെതായിട്ടുള്ളൊരു സ്ലാങ് അധികം രജിസ്റ്റർ ആയിട്ടില്ല. ഇപ്പൊ കണ്ണൂരൊക്കെ ആണെങ്കിലും ഇപ്പൊ കൊച്ചി ആണെങ്കിലും പലതും രജിസ്റ്റർ ആയിട്ടുണ്ട്. അപ്പൊ ഇത് വലിയൊരു മാറ്റം ഉണ്ടോ ആ സംസാരത്തില്? വയനാട്ടിലെ കുറെ ഈ കുടിയേറ്റക്കാരുടെ മേഖല ഭാഷയാണ്. അപ്പൊ അതിന് പ്രത്യേക ഒരു ഭാഷ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പലരും അവരവരുടേതായിട്ടുള്ള അവരുടെ എന്താ പറയാ പൂർവികരുടെയൊക്കെ ഭാഷകൾ ഉപയോഗിക്കുന്നവരായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ പ്രകടമായിട്ടുള്ള ഭാഷാ മാറ്റം ഞങ്ങളിൽ അങ്ങനെ സ്ട്രെസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ പുള്ളിക്കാരൻ ഒരു ആലുവക്കാരനായിട്ടാണ് വരുന്നത്. ഒന്നും നോക്കാനില്ല, എല്ലാം കുടിയേറ്റക്കാരാണ്. അപ്പോൾ പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ അവിടുത്തെ കാര്യം എന്ന് പറയാനായിട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. എന്താണ് പ്രത്യേകത കൈ നിട്ടുന്ന സാധനം? 2 ഡയലോഗ് വയനാട് ശൈലിയിൽ. വയനാട് ശൈലി ഇല്ല, ആക്ച്വലി ഇപ്പൊ ഡെമോഗ്രഫിക്കലി അവിടെ എന്താ പറയാ പല സ്ഥലത്തുനിന്ന് വന്ന് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇല്ലേ ഞാൻ ഇടിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം ഇദ്ദേഹം ഞാൻ ചോദിക്കുന്നത് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞു തന്നെ അത് താൻ പറയണ്ടേ? അല്ല, ഞാൻ മറ്റേ തോൽപ്പെട്ടിയിൽ തന്നെയാണ് മിനി. അപ്പൊ അതുകൊണ്ട് ശരണ്യയുടെ ആ സ്ലാങ് കട്ട് ചെയ്താൽ മാത്രം മതി. എന്റെ ഡയലക്റ്റ് ഇല്ലേ അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഓക്കെ. വേറെ ഒന്നും കംഫർട്ട് ആലുവ സാധനം തന്നെയല്ലേ നമുക്ക് നമ്മുടെ? ഇല്ല, അത് കംഫർട്ടല്ല, അത് ബ്രേക്ക് ചെയ്യാന്നുള്ള അത് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാറുണ്ടോ? ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് അങ്ങനെയുള്ള നമ്മൾ ഇത്രയും നാളും ജനിച്ചു വളർന്നൊരു സാഹചര്യം, സിറ്റുവേഷൻ, ആ സ്ഥലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്തെടുക്കാനാണല്ലോ. പൊന്മാലിലാണ് ചെറിയ രീതിയിലൊരു മിനിമലായിട്ടൊന്ന് കൊല്ലം പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ, പ്രോപ്പറുമായിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും അങ്ങനത്തെ ഉള്ള സിനിമകൾ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ട്. അപ്പൊ ഇതിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി അങ്ങനെയാണ് ക്യാരക്ടർ പ്ലേസ് ചെയ്തേക്കുന്നത്. രതീഷ് ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു അങ്ങനെ ആലുവെന്നാണ്, ആലുവെന്നുള്ളത് ആ ക്യാരക്ടർ അവിടെ നിന്നാണ് വരുന്നത്. പിന്നെ കുഴപ്പമില്ല, നോക്കാനില്ല. അതെ, ഒന്നും നോക്കാനില്ല, നമുക്ക് നമ്മളായിട്ട് അങ്ങ് നിന്നാൽ മതി. അതെ, ബുദ്ധിമുട്ടാണോ അങ്ങനെ? ഇപ്പൊ നമ്മൾ ആ കാസർഗോഡ് സ്ലാങ് പിടിക്കാനാണ് ഏറ്റവും പാടുന്ന പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് ആ ടൈപ്പ് ഓഫ് ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു? അത് പെട്ടെന്ന് സംഭവിച്ചതാണ്. കാരണം സ്ലാങ് പിടിക്കണം എന്നുള്ളൊരു നിർബന്ധവും ആലോചന ഇല്ലാതെയാണ് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഒരു സോങ് സീക്വൻസിലാണ് ഷൂട്ടിംഗ് തുടങ്ങിയത്. കുറച്ച് ദിവസം 2 3 ദിവസം സോങ് സീക്വൻസ് ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കുഞ്ഞ് 2 സീനുകളിൽ ചെറിയ 2 ഡയലോഗുകൾ പറയണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സാധാരണ രീതിയിലാണ് പറഞ്ഞത്. അപ്പം രതീഷ് പറഞ്ഞു നമുക്ക് ചുമ്മാ ഇവിടുത്തെ സ്ലാങ് ജസ്റ്റ് പിടിച്ചു വാങ്ങാം, ചെറിയ കുഞ്ഞ് ഡയലോഗല്ലേ ഉള്ളൂ. അപ്പം ഓക്കെ. അപ്പം കുറച്ച് ദിവസമായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ, രാജേഷും അതേപോലെ തന്നെ സുധീഷും ഒക്കെ അവിടുത്തെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ പറയണമെന്നുള്ളതൊക്കെ അവർ പറഞ്ഞു തരും. ഈ 2 കുഞ്ഞ് ഡയലോഗുകളേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് രതീഷ് പറയുകയാണ്, ചാക്കോച്ചി ഇനി രക്ഷയില്ല കേട്ടോ. എന്ത് പറ്റി? സിങ് സൗണ്ടാണ്. ഞാൻ പറഞ്ഞു അതെ, ഇത് സെറ്റായി, ഇനിയിപ്പോൾ ഡയലോഗ് പിടിച്ചാലേ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു ദുഷ്ട ഒരുമാതിരി മറ്റേ പരിപാടി കളിക്കുന്നു. പറഞ്ഞു എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കറക്റ്റ് ചെയ്യാൻ ആളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്ത് പിന്നെ അവസാനം കയ്യിലേക്ക് കിട്ടിയത്. ഓക്കെ, ഇതുപോലെ ചിദംബരം ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഞാനൊരു മഞ്ഞുമക്കാരനാണ്. താങ്ക് യു. എന്താടാ ചേട്ടാ എന്നെ കാസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. 2 താങ്ക്സ് പറയാനുണ്ട്. ഒന്ന് ഞാൻ കാസ്റ്റ് ചെയ്യാത്തതിന്, രണ്ടാമത്തെ പറഞ്ഞു ഒന്ന് ഞങ്ങളുടെ നാട്ടിന് ഇത്ര ഫേമസ് ആക്കിയാണ്, 2 ഇത്ര നല്ല നമ്മുടെ ഒരു മലയാള സിനിമയിലെ ലോകം മൊത്തം ചർച്ച ചെയ്യിപ്പിച്ചേന്. 2 നമ്മളല്ലേ അത് പറയണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി യഥാർത്ഥ കാര്യം പറ. ഇല്ല, മറ്റേ ഞാൻ എന്തോ പറയാൻ വലിയ കാര്യം ചോദിക്കും.
എന്ത് വലിയ കാര്യം വന്നിട്ട് അത് ഇവരൊക്കെ കാരണം കേട്ടോ, ഞാൻ മറന്നുപോയത്. എന്നാലും ഞാൻ എന്തെങ്കിലും ചോദിക്കട്ടെ. അല്ല ഈ മഞ്ഞുമ്മൽ കിട്ടില്ലട്ടാ, അതാ കിടന്ന് ഓട്ടോറിക്ഷ വിളിച്ച് കളിക്കുന്നത്. അത് ചോദിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ചോദ്യം വേറെ ഒരു സാധനം പോയി. അത് ചോദിക്കട്ടെ, ഈ മഞ്ഞുമൽ ബോയ്സിന്റെ സ്റ്റോറിയിൽ ഞങ്ങൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാ, ഇവര് കുഴിയിൽ വീണു, ഞങ്ങളെ കയറിട്ട് രക്ഷിച്ചു. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്നത് മാളൂട്ടി സിനിമ, അതാണ് മാക്സിമം ചിന്തിക്കുന്നത്. ഇത് വന്നപ്പോഴാണ് ഇത്രയും ഭീകരവും നമ്മൾ അറിയുന്നത്. ഈ ശരിക്കും ഇതിൽ നിന്ന് മാറിയിട്ടൊന്ന് ചോദിക്കേണ്ട, ഈ കഥ കേട്ടപ്പോ ഇതൊരു സിനിമയാക്കാനുള്ള അത് വലിയൊരു ചിന്തയാണല്ലോ, ചെറിയൊരു ചിന്ത. കാരണം മലയാള സിനിമ കാണാത്ത രീതിയിലേക്കുള്ള ഒരു പോക്കാണ്. ആ ഒരു ധൈര്യം എങ്ങനെ കിട്ടി? അത് ഞാൻ ചെയ്യാം എന്നുള്ളൊരു ധൈര്യം കിട്ടി. ധൈര്യം ആ കഥയിൽ തന്നെ ഉള്ളത്. അവര് കാണിച്ച ധൈര്യത്തിന് അയാളത്തൊന്നും കാണിക്കുന്നില്ലല്ലോ. ഉയരും എടുത്തന്നെ എടുത്തു, അതിന്റെ അയാളത്തൊന്നുമില്ലല്ലോ അത് വെച്ച സിനിമ ഉണ്ടാക്കാന്നുള്ളത്. അതെ, ഞാൻ കുറച്ച് വലിയ സാത്വികമായിട്ടുള്ള സാധനം പ്രതീക്ഷിച്ചേ. അത് പിന്നെ എന്റെ കൂടെ നിന്നവരും അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചേ. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു ആഫ്രിക്ക. എന്തൊരു ഞാൻ അങ്ങോട്ട് വരാം. വേറെ കാര്യം പറയാനാ, മഞ്ഞുമ്മലായിട്ട് വേറെ കണക്ഷൻ ഉണ്ട്. ഞാൻ ജാഫ്രിക്കനെ ആദ്യമായിട്ട് കാണാൻ മഞ്ഞുമ്മ പള്ളി പെരുന്നാളിന് മിമിക്രി കാണിക്കുന്നതാ. അത് അന്ന് അവിടെ ഒരു വൻ വിപ്ലവം ഉണ്ടാക്കി പോയ ഒരാളാ. ഞാൻ പറയാം, അന്ന് കട്ടപ്പനയിൽ വന്ന കുട്ടപ്പൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്ലിംഗില് റെസ്ലിംഗിൽ ഒരു റെഡ് നിക്കർ ഇട്ടോണ്ട് വന്നത് കൊച്ചിൻ കലാഭവന്റെ. അന്ന് ഷാജോൻ ചേട്ടനും പ്രചോദനം എല്ലാവരും ഉണ്ട്. നമ്മൾ അറിയില്ലേ, ഒരു പ്രോഗ്രാം, ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തുമ്പോൾ അതിൽ ഒരാളെല്ലാവരും കയ്യിലെടുത്തിട്ട് പോകുന്നു പറഞ്ഞില്ലേ. ആ പിറ്റേ ദിവസം സ്കൂളിലൊക്കെ, ഞാൻ കുന്നുംപുറം ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു, ആ സ്കൂളിലൊക്കെ കംപ്ലീറ്റ് അനുകരണം വരുന്നു പിള്ളേരൊക്കെ. ഞാൻ അടാക്ക് കുട്ടപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു സ്റ്റേജിൽ. അതിൽ നിന്ന് സിനിമയിലേക്ക് കൈ പിടിച്ച് കയറ്റിയത് ആരാണ്? കാരണം അന്നേ നമ്മളൊക്കെ പ്രതീക്ഷിച്ച് എന്തൊരു സാധനം തരാൻ വന്ന കേട്ടാ. ഞാൻ ഒന്ന് ഇടയിൽ കയറട്ടെ. അന്ന് നമ്മളെല്ലാവരും, ഇപ്പൊ ഞാനല്ലേ, ഇപ്പൊ എന്റെ അച്ഛനാണല്ലോ, എല്ലാവരും പറയും ആ പുള്ളി അടുത്തര സിനിമയിൽ വരുന്നു പറയുമായിരുന്നു. ഞാനായി ചിന്തിക്കാത്തൊരു ഏരിയയായി എൻ്റെ ഇത് ഈ കലാപരമായിട്ടുള്ള. ഞാൻ പഠിച്ചത് ഇലക്ട്രോണിക്സ്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വൈൻഡിങ്, വലിയ കണ്ടത്തിലൊക്കെ ഇരിക്കുന്ന മോട്ടറില്ലേ, ഇതൊക്കെ കേടാകുമ്പോൾ അത് വൈൻഡ് ചെയ്യണ പരിപാടി ആ കടയൊക്കെ ആയിരുന്നു എനിക്ക്. എന്നിട്ടൊരു ഓട്ടോറിക്ഷ അതിൻ്റെ മുറ്റത്തിട്ടുണ്ട്, അത് ഓടിക്കും. അതായിരുന്നു എൻ്റെ SSLC 3 പ്രാവശ്യം തോറ്റും പോയി. അപ്പം ഞാൻ പഠിച്ചത് അങ്ങനെ ഇരിക്കുക. ആ കടയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ നയനാർ സർക്കാരുള്ള സമയത്ത് 18 വയസ്സ് തൊട്ട് 35 വയസ്സുള്ള യുവജനങ്ങൾ അങ്ങനെ വന്ന് ഈ 2 സ്റ്റേറ്റ് പോയി, 1ന് 3-ാം സ്ഥാനം, 1 അങ്ങനെയൊക്കെ ആയിപ്പോയി. അങ്ങനെ ഞാൻ എപ്പോഴോ ഇതിലൂടെ വന്ന് ഇങ്ങനെ മിമിക്രി ട്രൂപ്പിലേക്ക് കയറി, കലാഭവൻ റഹ്മാൻ്റെ ട്രൂപ്പിൽ. അങ്ങനെയാണ് ലാസ്റ്റ് കൊച്ചിൻ കലാഭവനെത്തി സാഗറിൽ അബിക്കാരുടെ കൂടെയൊക്കെ കളിച്ച് അങ്ങനെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ മമ്മി സെഞ്ചുറി, അദ്ദേഹത്തിൻ്റെ ഒരു കാസറ്റ്, അന്ന് ഈ കാസറ്റ് ഇറക്കിയല്ലേ, ഈ കാസറ്റ് സ്കിറ്റ് കളിച്ചിട്ട് അങ്ങനെയുള്ളതുണ്ട്. അതിനകത്ത് ഒരു സംഭവം ചെയ്തു, കോമഡി മൂസ, ഈ മറ്റേ സിനിമ ദിലീപേട്ടൻ്റെ സിനിമയുടെ കോമഡി. ഈ കാസറ്റ് കണ്ട ഒരു ഡയറക്ടർ, അദ്ദേഹം കലാഭവനിൽ എന്നെ തിരക്കി വന്ന്, ഞാൻ ആ സമയത്ത് ഒരു അമേരിക്കൻ ട്രിപ്പ് പോകുമായിരുന്നു കലാഭവൻ്റെ. അപ്പം എന്നെ ഒന്ന് കണ്ടത് എന്നെ പോലെ അതാണ് ഒരു പ്രൊഡ്യൂസറൊക്കെ കേട്ട് എന്നെ കുറേ മിമിക്രിയൊക്കെ കാണിച്ച് റിഹേഴ്സൽ ചെയ്യിപ്പിച്ച് ഞാൻ ഈ പടം കമ്മിറ്റായി പോയി. അവിടെ പോയി തിരിച്ചു വന്നു. ഞാൻ വീട്ടിൽ പോകാതെ തിരിച്ചു വന്ന് ജോയിൻ ചെയ്ത ആദ്യത്തെ പടമാണ് OK ചാക്കോ കൊച്ചിൻ മുംബൈ എന്ന് പറയുന്നത് പടം. അത് അനീഷ് പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോഴും ഞാൻ അദ്ദേഹമായിട്ട് കാണുന്നുണ്ട്. പുള്ളി ചെറിയ ചെറിയ കുഞ്ഞു പടമൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം ഈ സിനിമയിൽ ആ പിടിച്ചു ഉയർത്തിയ ആളാണ് അനീഷ് പണിക്കരാണ്. എല്ലാവരും പറയും ബിഗ് കയ്യൊപ്പ എൻ്റെ പടം എന്നൊക്കെ പറയും. അല്ല കേട്ടോ, ഈ പടം രണ്ടാമതും ചാക്കോ രണ്ടാമൻ, മണിയുടെ പടം. അങ്ങനെ അങ്ങ് വന്നു. ചാക്കോ ഉണ്ട്. ഇത് 3-4 പടമായി ഞങ്ങൾ. എന്തായാലും ഓക്കെ, നമ്മുടെ സമയം വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടായിരുന്നു. 2 മണിക്കൂറുള്ള ഇന്റർവ്യൂ നമുക്ക് പിന്നെ വെക്കാം. വിടാൻ ഉദ്ദേശമില്ല. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇനി ഈ സിനിമയുടെ സക്സസ് പാർട്ടിക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ഈ പടം വൻ ഹിറ്റ് ആവട്ടെ. എല്ലാവർക്കും ഒരുപാട് ആശംസകൾ നേരുന്നു. താങ്ക് യു. ഞങ്ങള് വിശ്വാശംസ പറയട്ടെ. അത് ചോദിച്ചിട്ടില്ല. വിശ്വാസംസകൾ പറഞ്ഞെ എല്ലാവർക്കും. ഇത് എല്ലാവർക്കും വേണ്ടി പറഞ്ഞാൽ മതി. മറ്റേ അല്ലല്ലോ ആദ്യത്തെ
കൊങ്കൺ ബാള പറഞ്ഞ ഇത് ശരണ പറയും വിഷു ഞങ്ങളുടെ എല്ലാവരും എന്തെങ്കിലും നോക്കല്ലേ പറയാം. ഓക്കെ, എല്ലാവർക്കും വിശ്വാസം. അത് ആക്ച്വലി വിശ്വാസം എല്ലാം പറഞ്ഞു ആക്ച്വലി ഓക്കെ. ഈ വിഷുവിന് ഞങ്ങളുടെ ഒരു കൊച്ചു ബ്യൂട്ടിഫുൾ പടം ഇറങ്ങുകയാണ്. ഡൺ ബൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ വിത്ത് ഓൾ ദിസ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. പേര് ഒരു ദുരൂഹ സാഹചര്യത്തിലാണെങ്കിലും ദുരൂഹത അങ്ങനെ ഒന്നുമില്ലാതെ നല്ലൊരു പടമായിട്ട് നിങ്ങൾ സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അല്ല ഇത് ലാസ്റ്റത്തെ മാത്രം ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസങ്ങൾ നേരിടുക. അപ്പൊ എന്തായാലും ഒരുപാട് ആശംസകൾ. താങ്ക് യു സോ മച്ച്.